ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആദത്തിന്റെ 7-ാം തലമുറക്കാരനായ ഹെനോക്ക്, അവൻ ദൈവത്തിന് പ്രിയങ്കരനായിട്ടാണ് ജീവിച്ചത്. 365 വർഷമാണ് ഹെനോക്കിന്റെ ജീവിതകാലം. അതിൽ 65-ാമത്തെ വർഷം മെത്തുസലേം എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുന്നു. മെത്തുസലേക്കിന്റെ ജനനത്തിന് ശേഷമാണ് ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചത്. എന്താണ് മെത്തുസലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം? നിന്റെ മരണത്തിന് ശേഷം പ്രളയം എന്നാണ്. അതേ പ്രിയമുള്ളവളെ, മെത്തുസലേക്കിന്റെ മരണത്തിന് ശേഷം പ്രളയമുണ്ടാകുമെന്ന് പ്രവചനമുണ്ടായി. ഇതറിഞ്ഞ ഹെനോക്ക് ദൈവത്തോട് മകനു വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ദൈവസന്നിധിയിൽ ഹെനോക്ക് പ്രിയങ്കരനായി തീർന്നു. പ്രിയമുള്ളവരെ, മാതാപിതാക്കളായ നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യുദ്ധകാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹെനോക്കിനെ പോലെ ദൈവസന്നിധിയിൽ പ്രിയങ്കരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.